ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭൂമിശാസ്ത്രം എന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേട്ടിട്ട് അതുപോലെ തന്നെ LP-UPയുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഭൂമിശാസ്ത്രം. അപ്പോൾ ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഭൂമിശാസ്ത്രം ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വസ്തുക്കളുടെ ഭൗതികവും രാസപരവുമായ അവസ്ഥാഭേദങ്ങൾ, അവയുടെ സ്വഭാവ വിശേഷങ്ങൾ എന്നിവയെ സംബന്ധിക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫി. ജോഗ്രഫി എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്ന ഭാഷ ഗ്രീക്ക് ഭാഷയാണ്. ഭൂമിശാസ്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ഇറാത്തോസ്തനീസ്. ഭൂമിയുടെ അന്തർഭാഗത്തുള്ള വസ്തുക്കളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂഗർഭശാസ്ത്രം അല്ലെങ്കിൽ ജിയോളജി. ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവാണ് ടോളമി. ടോളമി എഴുതിയ പ്രശസ്ത ഗ്രന്ഥങ്ങളാണ് അൽമജസ്റ്റ്, ഭൂമിശാസ്ത്രം തുടങ്ങിയവ. ഭൗമകേന്ദ്രീകൃത സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമിയാണ്. ഭൗമകേന്ദ്ര വാദം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് പൈതഗോറസ്. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന വാദമാണ് ഭൗമകേന്ദ്രീകൃത സിദ്ധാന്തം പറയുന്നത്. എന്നാൽ സൗര കേന്ദ്രീകൃത സിദ്ധാന്തം അല്ലെങ്കിൽ ഹീലിയോസെൻട്രിക് തിയറി ആവിഷ്കരിച്ചത് കോപ്പർനിക്കസ് ആണ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണ്ടെത്തിയത് ഇറാത്തോസ്തനീസ് ആണ്. പ്രപഞ്ചകേന്ദ്രം ഭൂമിയല്ലെന്നും മറിച്ച് സൂര്യനാണെന്നും കണ്ടെത്തിയത് ഇറാത്തോസ്തനീസ് ആണ്. ഭൂമിക്ക് ഏറ്റവും അധികം ഭ്രമണവേഗതയുള്ളത് ഭൂമധ്യ രേഖയിലാണ്. 1680 km/h ഭൂമധ്യരേഖ പ്രദേശത്ത് ഭൂമിയുടെ ഭ്രമണവേഗത. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതാണ് ഭ്രമണം. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതാണ് ഭ്രമണം. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്, അതായത് ഒരു ദിവസം ആവശ്യമാണ്. എന്നാൽ ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെയാണ് പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ്, അതായത് ഒരു വർഷ സമയം ആവശ്യമാണ്. ഭൗമോത്പത്തിയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വേഗ്നർ. വൻകര വിസ്ഥാപനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് A.S. പെല്ലിഗ്രിനി. ആൽഫ്രഡ് വേഗ്നറുടെ സിദ്ധാന്തമനുസരിച്ച് ലോകത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ബൃഹത് ഭൂഖണ്ഡത്തിൻ്റെ പേരാണ് പാൻജിയ. മാതൃഭൂഖണ്ഡമെന്നും അറിയപ്പെടുന്ന ഭൂഖണ്ഡമാണ് പാൻജിയ. ഇന്നത്തെ ഭൂഖണ്ഡങ്ങളെല്ലാം തന്നെ ഈ ബൃഹത് ഭൂഖണ്ഡത്തിൽ നിന്നും ഉണ്ടായി എന്നാണ് സങ്കല്പം. പാൻജിയ എന്ന ഭൂഖണ്ഡത്തെ ചുറ്റിയൊഴുകുന്ന മഹാസമുദ്രമാണ് പന്തലാസ. പാൻജിയ രണ്ടായി പൊട്ടിപ്പിളർന്നുണ്ടായ ഭൂഖണ്ഡങ്ങളാണ് ലൗറേഷ്യ, ഗോണ്ട്വാനാലാൻഡ്. പാൻജിയയെ രണ്ടായി വേർതിരിച്ചിരുന്ന നദിയുടെ പേരാണ് തെതിസ്. ഫലകചലന സിദ്ധാന്തം അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക് തിയറി. ഫലകചലന സിദ്ധാന്തം ആവിഷ്കരിച്ചത് A. ഹോംസ് ആണ്. ഫലകചലന സിദ്ധാന്തമനുസരിച്ച് സ്ഥലമണ്ഡലം പൊട്ടിപ്പിളർന്നാണ് ഭൂഖണ്ഡങ്ങൾ ഉണ്ടായത്. സ്ഥലമണ്ഡലത്തെ ശിലാമണ്ഡലം എന്നും അറിയപ്പെടുന്നു. ഭൂമിയുടെ ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് സ്ഥലമണ്ഡലം.
പാറക്കെട്ടുകൾ നിറഞ്ഞ മണ്ഡലവും സ്ഥലമണ്ഡലമാണ്. ഫലകചലന സിദ്ധാന്തം അനുസരിച്ച് ഉണ്ടായ ഫലകങ്ങളാണ് പസഫിക് ഫലകം, അമേരിക്കൻ ഫലകം, ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകം, അന്റാർട്ടിക് ഫലകം, യുറേഷ്യൻ ഫലകം, ആഫ്രിക്കൻ ഫലകം. ഈ ഫലകങ്ങൾ പിന്നീട് ഭൂഖണ്ഡങ്ങളായി രൂപപ്പെട്ടുവെന്നാണ് ഫലകചലന സിദ്ധാന്തത്തിൽ പറയുന്നത്. ഭൂമിയുടെ ഉപരിതലം. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഓക്സിജൻ. രണ്ടാം സ്ഥാനം സിലിക്കൺ. വിഷുവങ്ങൾ അല്ലെങ്കിൽ ഇക്വീനോക്സസ്. ഭൂമിയിൽ രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളാണ് വിഷുവങ്ങൾ അല്ലെങ്കിൽ ഇക്വീനോക്സസ്. വസന്ത വിഷുവം അല്ലെങ്കിൽ വർണൽ ഇക്വീനോക്സ് സംഭവിക്കുന്ന ദിനമാണ് മാർച്ച് 21. ശരത് വിഷുവം അല്ലെങ്കിൽ ഓട്ടംനൽ ഇക്വീനോക്സ് എന്നറിയപ്പെടുന്ന ദിനമാണ് സെപ്റ്റംബർ 23. എന്താണ് അയനാന്തങ്ങൾ അല്ലെങ്കിൽ സോൾസ്റ്റൈസ്? ഒരു വർഷത്തിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലാകുന്നതിനെയാണ് അയനാന്തം എന്ന് പറയുന്നത്. കർക്കിട അയനാന്തം അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റൈസ് ജൂൺ 21-നാണ്. മകര അയനാന്തം അല്ലെങ്കിൽ വിൻ്റർ സോൾസ്റ്റൈസ് ഡിസംബർ 22-നാണ്. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന സ്ഥാനത്തെ പറയുന്ന പേരാണ് പെരിഹീലിയൻ. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനമാണ് ജനുവരി 3. ഭൂമിയും സൂര്യനും തമ്മിൽ ഏറ്റവും കൂടിയ ദൂരത്തിൽ വരുന്ന സ്ഥാനമാണ് അപ്ഹീലിയൻ. അപ്ഹീലിയൻ ദിനമാണ് ജൂലൈ 4. ചന്ദ്രനും ഭൂമിയും തമ്മിൽ ഏറ്റവും കുറഞ്ഞ ദൂരത്തെ പെരിജി എന്നറിയപ്പെടുന്നു. എന്നാൽ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ഏറ്റവും കൂടിയ അകലം അപ്പോജി എന്നറിയപ്പെടുന്നു. ഭൂമധ്യരേഖ കടന്നുപോകുന്ന ഭൂഖണ്ഡങ്ങളാണ് ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക. ഗ്രീനിച്ചിൽ നിന്നും 180 ഡിഗ്രി അകലെയുള്ള കിഴക്കു പടിഞ്ഞാറൻ രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ. അന്താരാഷ്ട്ര ദിനാങ്കരേഖയിലൂടെ കടന്നുപോകുന്ന കടലിടുക്കാണ് ബെറിങ് കടലിടുക്ക്. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന വൃത്തരേഖയാണ് അക്ഷാംശ രേഖ. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ എന്നറിയപ്പെടുന്നത്. ആകെ 180 അക്ഷാംശ രേഖകളാണ് ഉള്ളത്. അടുത്തടുത്തുള്ള 2 അക്ഷാംശ രേഖകൾ തമ്മിലുള്ള ദൂരമാണ് 111 കിലോമീറ്റർ. 90 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയാണ് ഉത്തര ധ്രുവം എന്നറിയപ്പെടുന്നത്. 90 ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖയാണ് ദക്ഷിണ ധ്രുവമെന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖയാണ് ഉത്തരായന രേഖ. 23.5 ഡിഗ്രി ഉത്തര അക്ഷാംശ രേഖയാണിത്. ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നുപോകുന്നത്. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം, രാജസ്ഥാൻ. 66.5 ഡിഗ്രി ഉത്തര അക്ഷാംശ രേഖയാണ് ആർട്ടിക് വൃത്തം അല്ലെങ്കിൽ ആർട്ടിക് സർക്കിൾ എന്നറിയപ്പെടുന്നത്. അന്റാർട്ടിക് വൃത്തം അല്ലെങ്കിൽ അന്റാർട്ടിക് സർക്കിൾ എന്നറിയപ്പെടുന്നത് 66.5 ഡിഗ്രി ദക്ഷിണ അക്ഷാംശ രേഖയാണ്. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നറിയപ്പെടുന്നത്. ഒരു സ്ഥലത്തെ സമയം നിർവചിക്കുന്നതിനുള്ള പ്രധാന ഘടകമാണ് രേഖാംശരേഖ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്. ധ്രുവപ്രദേശത്ത് 2 രേഖാംശരേഖകൾ തമ്മിലുള്ള അകലം 0 1 ഡിഗ്രി രേഖാംശം വ്യത്യാസമുള്ള സ്ഥലങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം 4 മിനിറ്റാണ്.
ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്ന രേഖാംശ രേഖയാണ് 82.5 ഡിഗ്രി കിഴക്ക്. ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യമാണ് റഷ്യ. 11 സമയമേഖലകളാണ് റഷ്യയിൽ ഉള്ളത്. ഇന്ത്യയുടെ പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന മഴയാണ് സംവഹന വൃഷ്ടി. ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയ്ക്കുള്ള അക്ഷാംശ മേഖല അറിയപ്പെടുന്നത് ഉഷ്ണമേഖല എന്നാണ്. ശിലകൾ. ഉത്ഭവത്തെ അടിസ്ഥാനമാക്കി ശിലകളെ 3 തരംതിരിക്കാം. ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില. മാതൃശിലയെന്നും പ്രാഥമിക ശിലയെന്നും അറിയപ്പെടുന്നതാണ് ആഗ്നേയശില. കടുപ്പമുള്ളതും ഉറപ്പുള്ളതും ഫോസിലുകളില്ലാത്തതുമായ ഒരിനം ശിലയാണ് ആഗ്നേയശില. ഇന്ത്യയിൽ കറുത്ത പരുത്തിമണ്ണ് അല്ലെങ്കിൽ റിഗർ രൂപം കൊള്ളുന്നത് ബസാൾട്ട് ശിലകളുടെ അപക്ഷയം മൂലമാണ്. പരൽ രൂപമില്ലാത്ത ഒരു ശിലയാണ് ബസാൾട്ട്. ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായി അധികം ആഴത്തിലല്ലാതെ മാഗ്മ ഘനീഭവിച്ച് ഖരമായി തീരുമ്പോൾ രൂപം കൊള്ളുന്ന ശിലയാണ് അന്തർവേദ ശിലകൾ. സമുദ്രങ്ങളിലോ തടാകങ്ങളിലോ അരുവികളിലോ ഹിമാനികളിലോ അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്നവയാണ് അവസാദശിലകൾ. അവസാദങ്ങൾ രൂപം കൊള്ളുന്നതിനിടയാകുന്ന പ്രവർത്തനമാണ് ഡെന്യൂഡേഷൻ. കാറ്റിൻ്റെ നിക്ഷേപ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ശിലയാണ് ലോയിസ്. സൂക്ഷ്മ രന്ധ്രമുള്ള ശിലകളാണ് ചോക്ക്. ശിലാതൈലം എന്നറിയപ്പെടുന്ന വസ്തുവാണ് പെട്രോൾ. ഒരിക്കൽ ആഗ്നേയശിലയോ അവസാദശിലയോ ആയിരുന്നവ ഉന്നതമർദ്ദം, താപം എന്നിവയുടെ ഫലമായി രൂപത്തിലും സ്വഭാവത്തിലും മാറ്റങ്ങൾ സംഭവിച്ച് രൂപപ്പെടുന്നവയാണ് കായാന്തരിത ശിലകൾ. അഗ്നിപർവ്വതങ്ങൾ അല്ലെങ്കിൽ വോൾക്കാനോസ്. അഗ്നിപർവ്വതം എന്ന വാക്ക് ഉണ്ടായത് വൾക്കൻ എന്ന പദത്തിൽ നിന്നാണ്. വൾക്കൻ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് പാതാള ദേവൻ. അഗ്നിപർവ്വത സ്ഫോടന ഫലമായുണ്ടാകുന്ന ഉരുകിയ ശിലാദ്രവമാണ് മാഗ്മ. ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമിയാണ് ഇന്ത്യൻ ഉപദ്വീപിലെ ഡെക്കാൻ ട്രാപ്പ് മേഖല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നത് ശാന്തസമുദ്രത്തിനു ചുറ്റുമുള്ള അസ്ഥിര മേഖലകളിലാണ്. സ്ഫോടന കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നിപർവ്വതങ്ങളെ 3 തരംതിരിക്കാം. സജീവങ്ങളായവ, സുഷുപ്തിയിലാണ്ടവ, നിർജീവങ്ങളായവ. അടുത്ത കാലത്ത് കൂടെ സ്ഫോടനമുണ്ടായ അഗ്നിപർവ്വതങ്ങളാണ് സജീവ അഗ്നിപർവ്വതങ്ങൾ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ആൻഡമാനിലെ ബാരൻ ദ്വീപുകൾ. സിസിലിയിലെ എറ്റ്ന, ആൻഡീസിലെ കോട്ടോപാക്സി എന്നിവ സജീവ അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ചരിത്രത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പൊട്ടിത്തെറിച്ച് ഇപ്പോൾ ശാന്തമായിരിക്കുന്നവയാണ് സുഷുപ്തിയിലാണ്ടവ. ഇറ്റലിയിലെ വെസൂവിയസ് സുഷുപ്തിയിലാണ്ട അഗ്നിപർവ്വതത്തിന് ഉദാഹരണമാണ്. പൂർവ്വ ആഫ്രിക്കയിൽ ടാൻസാനിയയിലെ കിളിമഞ്ചാരോ നിർജീവ അഗ്നിപർവ്വതമാണ്. ഭൂഘടന, സ്ട്രക്ചർ ഓഫ് ദി എർത്ത്. 4 മണ്ഡലങ്ങൾ ചേർന്നതാണ് ഭൗമോപരിതലം. സ്ഥലമണ്ഡലം, ജലമണ്ഡലം, അന്തരീക്ഷമണ്ഡലം, ജീവമണ്ഡലം. ഭൂവൽക്കവും മാന്റിലിൻ്റെ ഖരരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉപരിമണ്ഡലവും ചേർന്നതാണ് സ്ഥലമണ്ഡലം. ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉള്ളറയെ ഭൂവൽക്കം, മാന്റിൽ, അകക്കാമ്പ് എന്നിങ്ങനെ 3 തിരിച്ചിരിക്കുന്നു. ഭൂവൽക്കത്തെ തന്നെ സിയാൽ എന്നും സിമ എന്നും 2 തിരിച്ചിരിക്കുന്നു. സിലിക്കണും അലൂമിനിയവും എന്നിവ ചേർന്ന കരഭാഗമാണ് സിയാൽ. സിലിക്കൺ
മഗ്നീഷ്യം എന്നിവ ചേർന്നുള്ള കടൽത്തറയുടെ ഭാഗമാണ് സിമ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ലോഹമാണ് അലൂമിനിയം. ഭൂവൽക്കത്തിൻ്റെ ശരാശരി സാന്ദ്രത 3 ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിൻ്റെ അതിർവരമ്പിനെ മൊഹോറോവിസിക് വിച്ഛിന്നത എന്നറിയപ്പെടുന്നു. വൻകരകളിൽ ഭൂവൽക്കത്തിൻ്റെ കനം 60 കിലോമീറ്ററാണ്. കടൽത്തറകളെ അപേക്ഷിച്ച് വൻകരാഭാഗത്തിന് സാന്ദ്രത കുറവാണ്. ഭൂവൽക്കത്തിനു താഴെയുള്ള കനം കൂടിയ മണ്ഡലമാണ് മാൻഡിൽ. മാൻഡിലിൻ്റെ അടിവരമ്പിനെ ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നറിയപ്പെടുന്നു. നിക്കലിൻ്റെയും ഇരുമ്പിൻ്റെയും മിശ്രിതമായ അകക്കാമ്പ് നിഫെ എന്നറിയപ്പെടുന്നു. മാൻഡിലിന് തൊട്ടു താഴെയുള്ള മണ്ഡലമാണ് അകക്കാമ്പ്. അന്തർ അകക്കാമ്പിലെ ശരാശരി ഊഷ്മാവാണ് 5000 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയുടെ ഉപരിതലത്തിൽ പെട്ടെന്നുണ്ടാകുന്ന സ്ഥാനഭ്രംശം കമ്പനങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയാക്കുന്നു. അതാണ് ഭൂകമ്പം. ഭൂകമ്പങ്ങൾക്ക് കാരണമായ ചലനകേന്ദ്രം ഭൂകമ്പ നാഭി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭൗമ ഉപരിതലത്തിൽ നിന്ന് മിക്കവാറും 100 കിലോമീറ്റർ ആഴത്തിനുള്ളിലായിരിക്കും ഭൂകമ്പ നാഭി. ഭൂകമ്പങ്ങൾ വൻതോതിൽ നടക്കുന്ന മേഖലയാണ് ഡിസ്ട്രക്റ്റീവ് മാർജിൻ. ഏറ്റവും വേഗത കൂടിയ ഭൂകമ്പ തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ അല്ലെങ്കിൽ പി തരംഗങ്ങൾ. ഇവയെ അനുദൈർഘ്യ തരംഗങ്ങളെന്നും വിളിക്കുന്നു. മധ്യമ തരംഗങ്ങൾ അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗങ്ങളാണ് എസ് തരംഗങ്ങൾ. തരംഗദിശയ്ക്ക് ലംബദിശയിലുള്ള ചലനങ്ങൾ സൂചിപ്പിക്കുന്ന തരംഗങ്ങളാണ് മധ്യമ തരംഗങ്ങൾ അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗങ്ങൾ. ജലത്തിലെ തിരമാലകളോട് സാദൃശ്യമുള്ള ഭൂകമ്പ തരംഗങ്ങളാണ് പ്രതല തരംഗങ്ങൾ അല്ലെങ്കിൽ എൽ തരംഗങ്ങൾ. ഏറ്റവും വേഗത കുറഞ്ഞ ഭൂകമ്പ തരംഗങ്ങളാണ് പ്രതല തരംഗങ്ങൾ. ഭൂകമ്പം രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ഭൂകമ്പ മാപിനി അല്ലെങ്കിൽ സീസ്മോഗ്രാഫ്. ഭൂകമ്പങ്ങളുടെ തോത് കണക്കാക്കുന്നത് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചാണ്. ഭൂകമ്പ തരംഗങ്ങളുടെ ഗതിവിഗതികൾ രേഖപ്പെടുത്തുന്ന രേഖയാണ് സീസ്മോഗ്രാം. ഭൗമചലനങ്ങളിൽ പ്രധാനപ്പെട്ടവ: ഉത്ഥാനം അപ്ലിഫ്റ്റ്. ലംബചലനത്തിൻ്റെ ഫലമായി ഒരു ഭൂവിഭാഗം ചുറ്റുമുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് ഉയരുന്നതാണ് ഉത്ഥാനം അല്ലെങ്കിൽ അപ്ലിഫ്റ്റ്. ലംബചലനത്തിൻ്റെ ഫലമായി ഒരു ഭൂവിഭാഗം ചുറ്റുമുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് ഇടിഞ്ഞു താഴുന്നതാണ് അവതലനം അല്ലെങ്കിൽ സബ്സിഡൻസ് എന്ന് പറയുന്നു. അവസാദശില പടലങ്ങളുടെ രൂപമാറ്റത്തിനും മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണത്തിനും കാരണമായ ചലനങ്ങളാണ് തിരശ്ചീന ചലനങ്ങൾ. ദുർബലമായ ഭൂവൽക്കശിലകൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുന്നതിൻ്റെ ഫലമായി ഭൂവൽക്കത്തിലുണ്ടാകുന്ന വിള്ളലുകളാണ് ഭ്രംശനം അല്ലെങ്കിൽ ഫോൾട്ടിംഗ്. ഖണ്ഡപർവ്വതങ്ങൾക്കും ഭ്രംശ താഴ്വരകൾക്കും കാരണം ഭ്രംശനമാണ്. നൈൽ താഴ്വര, നർമ്മദ താഴ്വര എന്നിവ ഭ്രംശ താഴ്വരകളാണ്. രണ്ട് ബലങ്ങൾ തിരശ്ചീനമായോ സ്പർശനരേഖാ രീതിയിലോ എതിർദിശകളിൽ നിന്നും പൊതുവായ ബിന്ദുവിലേക്കോ തലത്തിലേക്കോ ബലം പ്രയോഗിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് വലനം അല്ലെങ്കിൽ ഫോൾഡിംഗ്. ഭൂമിശാസ്ത്രം എന്ന ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാന ഭാഗങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക്